ശേഷം ഉള്ളിലുണ്ടായിരുന്ന കലാവാസനയെ പൂർവാധികം ശക്തിയോടെ പുറത്തെടുത്ത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സജീവമായി നിന്ന് നടത്തിയെടുക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു നടി, എഴുത്തുകാരി, സംവിധായക, ഉദ്യാനപാലക, ഒരു മോഡൽ, അങ്ങനെ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച ജസീന്ത മോറിസ് മാഡത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം മാഡം. നമസ്കാരം. പറയുവാനാകാതെ എന്ന ഒരു ഷോർട്ട് ഫിലിമിൽ നിന്നാണ് മാഡത്തിൻ്റെ തുടക്കം. ഇനി ഇത് 58 പേരടങ്ങുന്ന ഒരു ടീമിൽ അല്ലെങ്കിൽ ആ ഒരു ഫിലിമിൻ്റെ വർക്കിലാണ് മാം ഉള്ളത്. ആദ്യം ഒരു നടിയായിട്ട് വന്ന് ഇന്ന് അതൊരു ഡയറക്ഷൻ മേഖലയിലേക്ക് മാം തിരിഞ്ഞിട്ടുണ്ട്. അത് എന്താണ് മാം അങ്ങനെ ഒരു ഫീൽഡിലേക്ക് ചേഞ്ച് ആവാനുള്ള കാരണം? പറയുവാനാകാതെ എന്ന് പറയുന്നതിൽ തന്നെ പറയാൻ പലതും ഉണ്ടായിരുന്നു, അത് ഉള്ളിൽ ഒതുക്കി വെച്ചു. ഒരു സന്ദർഭം വന്നപ്പോൾ ഈ പറയുവാനാകാതെ സിനിമയിലൂടെ അത് പുറത്ത് കൊണ്ടുവന്നതാണ്. അത് ശരിക്കും കോവിഡ് സമയത്തായിരുന്നു ഞാനത് ചെയ്തത്. അപ്പോൾ വിലക്കൊക്കെ ഉള്ളതുകൊണ്ട് ഔട്ട്ഡോർ ഷൂട്ടൊന്നും സാധ്യമല്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ വെച്ച് ഞാൻ ഈ ഉദ്യാനപാലകയും ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്ലം വൃക്ഷത്തിൻ്റെ ആ ഒരു കഥ, എൻ്റെ ഉള്ളിൽ കിടന്ന ആ ഒരു രോദനം പുറത്ത് കൊണ്ടുവന്നെയാണ് പറയുവാനാകാതെ ആ ഒരു വിഷമം, പ്ലം വൃക്ഷവും ഞാനും തമ്മിലുള്ളൊരു ബന്ധം. അതിൽ കഥ എഴുതി തിരക്കഥ ഒക്കെ ഞാൻ തന്നെ അങ്ങ് പ്ലാൻ ചെയ്ത്, ആകെ കൂടെ ക്യാമറാമാനും സൗണ്ട് എഞ്ചിനീയർ ഓൺ ദ സ്പോട്ട് റെക്കോർഡ് ചെയ്യുന്നതായിട്ടും ഞങ്ങൾ 3 പേര് മാത്രമാണ് അതിനകത്ത് പ്രവർത്തിച്ചത്. അപ്പോൾ വേറെ കഥാപാത്രങ്ങൾ അതിനകത്ത് കുടുംബം, മക്കൾ, സുഹൃത്തുക്കളൊക്കെ ഉള്ളതായിട്ട് അവരുടെ വോയിസ് കേട്ടിട്ട് ഞാൻ തിരിച്ച് പ്രതികരിക്കുന്നതായിട്ടാണ് ആക്ട് ചെയ്തത്. അതും അങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട് ക്യാമറാമാനെ എന്നെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ സാധിക്കും, നിങ്ങൾ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിലേ ചെയ്യാൻ പോകുന്ന, വേറൊരു ശബ്ദം കേട്ട് ആ എക്സ്പ്രഷൻ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുമോ? അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നി. കാര്യം അതുവരെ ഞാനിത് ചെയ്യുമെന്നിരുന്നതാണ്. അപ്പം ക്യാമറാമാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളത് ആ ഡയലോഗ് പറയുമ്പം, അതായത് ഭർത്താവ്, മക്കളൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള ഡയലോഗ് പറയുമ്പം ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങളെ എടുക്കാം, തൽക്കാലം ഞാൻ ആക്ട് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വളരെ സംതൃപ്തനായിരുന്നു. കാര്യം ആ രീതിയിലുള്ള ഭാവാഭിനയം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ പറയുവാനാകാതെ ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെ സത്യജിത് റേ ഫിലിം സൊസൈറ്റി പുരസ്കാരം നേടി. അപ്പോൾ അതൊരു വലിയൊരു എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. മാഡം, ഒരു നടി എന്ന നിലയിലാണെന്നുള്ള തുടക്കം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിപ്പം ഒരുപാട് വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഉപയോഗം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കേൾക്കുന്നുണ്ട്. മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? അഭിനയിക്കാൻ എനിക്ക് കുട്ടിക്കാലം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സിനിമാ പ്രേമിയായിരുന്നു. അപ്പോൾ സിനിമ കാണുമ്പോഴൊക്കെ തന്നെ ഒരു അഭിനേത്രി ആയാൽ എന്താണെന്നുള്ള ആഗ്രഹം. പക്ഷേ അന്നത്തെ കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് സ്കൂളിൽ കോളേജിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം വീട്ടിൽ പ്രകടിപ്പിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഉള്ളിൽ ഒതുക്കിയിരുന്നു. കാര്യം എന്തുകൊണ്ടാണ് ആഗ്രഹം പ്രകടിപ്പിക്കാത്തതെന്ന് വെച്ചാൽ, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഭയങ്കര മോശപ്പെട്ട ഒരു സംഭവമാണ്. സ്ത്രീകളെ എല്ലാവരെയും പിന്നെ ദുരുപയോഗിക്കും, പിന്നെ അവർക്ക് പിന്നീട് ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല, ഭാവി ഉണ്ടാവില്ല എന്ന് നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് പരിശ്രമിച്ചില്ല. പിന്നെ ഞാൻ സർക്കാർ സർവീസിലായപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടുകൾ കയറി. കാര്യം ഒരിക്കലും നമുക്ക് സിനിമ ഫീൽഡിലോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അഥവാ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം തന്നെയാണെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം, അങ്ങനത്തെയൊക്കെ നിരവധി ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോഴതുകൊണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ എന്നാലും ആക്ട് ചെയ്യണമെന്ന് ആ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ കിടന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും പ്രായമാവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. 55 വയസ്സായപ്പോഴാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെ എടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പം 6 എണ്ണമായി. എനിക്ക് ഈ ഉണ്ടായിരിക്കുന്ന ആഗ്രഹം പോലെ തന്നെ മറ്റുള്ള സ്ത്രീകൾക്കും ഈ ആഗ്രഹം ഉണ്ടാകുമല്ലോ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഫിലിമിൽ ആക്ട് ചെയ്യാൻ വരുന്ന അവർ കൂടുതലും ഞാൻ പ്രായമായവർക്കാണ് ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ നോക്കും ഏത് ഫിലിമിലാണ് ഭാര്യമാർ ആക്ട്, അല്ലെങ്കിൽ ബ്രദേഴ്സ് നോക്കും, കുടുംബക്കാർ നോക്കും. അത് ഇനി കൊച്ചുകുട്ടികളോട്ട് വലിയവരായാലും എൻ്റെ സിനിമയിലാവുമ്പം സുരക്ഷിതരാണ് അവർ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് അവർ അഭിനയിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ
കുറേ പ്രായമായവർക്കാണ് ചാൻസ് കൊടുത്തത്, പുതുമുഖങ്ങൾക്കും. കാര്യം എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഞാൻ ഇത്രയും വയസ്സായ ശേഷം എനിക്കിങ്ങനെ ഒരു ഇൻകം ഉള്ളതുകൊണ്ട്, ജോലി ഉള്ളതുകൊണ്ട് അത് സാധ്യമാക്കി. അതുപോലെ ഇൻകം ഇല്ലാത്തവർ, ജോലി ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുക്കണമല്ലോ, അവർക്ക് അഭിനയിക്കാൻ ആഗ്രഹം. ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് ഞാൻ ലോകം അങ്ങനെയാണ് എന്നുള്ളൊരു ഷോർട്ട് ഫിലിം എടുത്തപ്പം അതിൽ 58 പേരാണ് അഭിനയിച്ചത്. അതിൽ ഏറെയും സ്ത്രീകളായിരുന്നു, പ്രായമായവരായിരുന്നു. അപ്പോൾ അതിന് അവർക്ക് എന്നോട് അതിയായ നന്ദിയും സ്നേഹവും ഉണ്ട്. കാര്യം മറ്റാരും അങ്ങനെ ചാൻസ് കൊടുക്കില്ല. അതിൻ്റേതായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി. കാര്യം ക്യാമറയിൽ നോക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ അവർ മറന്നുപോകും. അവരെപ്പോഴും ക്യാമറ, അപ്പോൾ ഒത്തിരി പ്രാവശ്യം റീടേക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ ചിലർ അങ്ങ് ഓവറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ചിലർക്ക് ഒട്ടും എക്സ്പ്രഷൻ ഇല്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പിന്നെ എനിക്കൊരു സന്തോഷം, ഒരിക്കലെങ്കിലും അവർ മുഖം കാണിച്ചല്ലോ, അവർക്കും സന്തോഷം. അതിനു വേണ്ടിയായിരുന്നു അങ്ങനെ. പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അതുമൂലം ഉണ്ടായ തിക്താനുഭവങ്ങൾ എൻ്റെ കുറേ പേര് അഡ്വൈസ്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുത്താലും ഞാനത് തിയേറ്ററിൽ വെച്ചാണ് പ്രിവ്യൂ ഷോ ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഒരുപാട് പേരെ ക്ഷണിക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും വലിയ ആൾക്കാർ, ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവർ എനിക്ക് ഒരു ഫിലിം കണ്ട് ഇറങ്ങിക്കഴിയുമ്പം അവരെന്നെ ഉപദേശിക്കാറുണ്ട് എന്താണ് പാകപ്പിഴകൾ പറ്റിയത്. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു, ഒന്ന് ക്യാമറാമാനെ ചൂസ് ചെയ്യുമ്പം കുറച്ചും കൂടെ അറിവ് വേണം, ടെക്നിക്കാലിറ്റി അറിഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞത്. മറ്റു ചിലത് അവർ പറഞ്ഞു തന്ന് ജീവകാരുണ്യ പ്രവർത്തനവും പിന്നെ സ്നേഹബന്ധമല്ല സിനിമയിൽ കാണിക്കേണ്ടത്, അവിടെ ഒരു പ്രൊഫഷണലിസം വേണം. അതുകൊണ്ട് അങ്ങനത്തെ വിട്ടുവീഴ്ച മനോഭാവം കാട്ടാൻ പാടില്ല. സിനിമ നിങ്ങൾ പൈസ മുടക്കി എടുക്കുന്നതില്ലേ, അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ എടുക്കണം, അല്ലാതെ അങ്ങനത്തെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യരുത്. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ സിനിമ ചെയ്ത് പഠിച്ചു. അങ്ങനെയാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം ഒക്കെ ചെയ്യുമെങ്കിലും ശരിക്കും ഒരു ഡയറക്ടറിന് അറിയേണ്ട കാര്യങ്ങൾ തിയറിറ്റിക്കലി എനിക്കൊന്നും അറിയത്തില്ല. പ്രാക്ടിക്കലി ഞാൻ തന്നെയാണ് ചെയ്ത് പഠിച്ചത്. അല്ലാതെ മറ്റുള്ളവരുടെ സിനിമകളിൽ പോയി അസിസ്റ്റൻ്റായിട്ട് നിന്നോ ഒന്നുമല്ല. എൻ്റെ സിനിമയിലൂടെ തന്നെ ഞാൻ പഠിച്ച് എങ്ങനെ എത്തി. ഇപ്പം 6ാമത്തെ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്ന മണവാട്ടി കാത്തിരിക്കുന്നു. വളരെ സൂക്ഷ്മമായി അത് അവലോകനം ചെയ്ത് ആര് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിർത്തണം, ആരൊക്കെ ആക്ട് ചെയ്യണം, ആര് ക്യാമറ വർക്ക് ചെയ്യണം എന്നൊക്കെ നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിം മണവാട്ടി കാത്തിരിക്കുന്നു ചെയ്യാൻ പോകുന്നത്. മറ്റൊരു ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യാൻ പോകാതെ മേഡം അത് സ്വന്തമായിട്ട് എടുക്കാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് എപ്പോഴും ഏറ്റവും ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇരിക്കുന്നത് പറയുന്നത് സുരക്ഷിതമാണ്. അപ്പോൾ സിനിമാ മേഖലകളിൽ സ്ത്രീകളെ എല്ലാവരെയും ദുരുപയോഗപ്പെടുത്തും എന്നുള്ളത് ഏറെക്കുറെ സത്യം തന്നെയാണ്. കാരണം എനിക്ക് ഫിലിമിൽ ആക്ട് ചെയ്യാനായിട്ട് ചാൻസസ് പറഞ്ഞ് ആൾക്കാർ വന്നിട്ടുണ്ട്. കഥയൊക്കെ പറഞ്ഞ് നല്ല സ്റ്റോറിയൊക്കെ ആയിരിക്കും, ഇങ്ങനെയെല്ലാം ഡിസ്കസ് ചെയ്യും. അതിൽ എപ്പോഴും 2 കാര്യങ്ങൾ കൊണ്ട് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. അത് ഒന്ന്, ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് എടുത്ത് പറയാറുണ്ട്. ഇപ്പം ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ പൊട്ടികളൊന്നുമില്ലല്ലോ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മാഡം അത് പിന്നെ പ്രൊഡ്യൂസറിൻ്റെ ഡിമാൻഡ്സാണ്. ഡയറക്ടേഴ്സ് ഡയറക്റ്റായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മാഡത്തിന് ചൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൊഡ്യൂസർ ചോദിക്കുന്നതാണ് ഏതൊക്കെ സ്ത്രീകളാണ് അഭിനയിക്കുന്നത്, ആരെയൊക്കെ കിട്ടും എന്നാണ് അവർ വളരെ പച്ചയ്ക്ക് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം ഇത് എൻ്റെ അടുത്ത് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് ആയിട്ട് നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കേട്ടതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഫിലിംസിൽ ആക്ട് ചെയ്യാൻ പോയില്ല. പക്ഷേ ഇപ്പം വളരെ സന്തോഷത്തോടെ ഇപ്പം ഞാൻ അർജൻറ്റീന സലാം എന്ന് പറഞ്ഞ് ചെഗുവേറയുടെ ഒരു ജീവചരിത്രം എടുക്കുന്ന അത് സ്റ്റാൻലി ജോസ് എന്ന് പറഞ്ഞ് 90 വയസ്സുകാരനാണ് സംവിധായകൻ. അദ്ദേഹം ജയഭാരതി ഷീലയുടെയൊക്കെ കാലത്ത് പ്രശസ്തി ആർജിച്ച ഒരു സംവിധായകൻ. അദ്ദേഹം ഇപ്പോഴും ഒരു പടം സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്ട് ചെയ്യാൻ പോയി. അവിടെ എനിക്കൊന്നും ഭയക്കേണ്ടതില്ലായിരുന്നു. വളരെ സുരക്ഷിതമാണ്, വളരെ ബഹുമാന്യരായ ക്രൂ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും വലിയൊരു സംവിധായകൻ, ഫേമസ് സംവിധായകൻ്റെ സിനിമയിൽ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു സുരക്ഷിതത്വം നോക്കുന്നത് കൊണ്ടും ഇതെന്താണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഡയറക്ടറായി, ഞാൻ തന്നെ പ്രൊഡ്യൂസറായി, ഞാൻ തന്നെ ആക്ട് ചെയ്യുവാണെങ്കിൽ ഞാനും സേഫാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ അഭിനയിക്കാൻ വരുന്നവരും സേഫാണ്. മാഡം, ഈ പുതുമുഖങ്ങളെ വെച്ചിട്ട് ഉള്ള സിനിമകൾ അല്ലെങ്കിൽ അവർക്കുള്ള അവസരങ്ങൾ വളരെ കുറവാണ് ലഭിക്കുന്നത്. മാഡം പക്ഷേ 58 പേരെ വെച്ച് പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ മാഡത്തിന് അതിലുണ്ടായിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതിൽ നേരിട്ടിട്ടുള്ളത്?
പുതുമുഖങ്ങളെ വെച്ച് ചെയ്യിപ്പിക്കുന്നത് വലിയൊരു റിസ്ക് പിടിച്ച സംഭവം തന്നെയാണ്. കാര്യം ഞാൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ നല്ലപോലെ ആക്ട് ചെയ്യുന്ന ഒരു ഗേളാണ് എന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ ആക്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അറിയുന്ന അതിന് കാണാനുള്ള ഒരു ഇതും അയച്ചെന്ന വീഡിയോയിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് ഒരു കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് അതിന് മനസ്സിലാവുന്നില്ല, അതിന് എക്സ്പ്രഷൻ പറഞ്ഞ സംഗതി വരുന്നില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, പ്രൊഫഷണലായിട്ട് ഞാൻ അത്രയും വലിയൊരു പ്രൊഫഷണൽ ആളല്ലാഞ്ഞിട്ട് ഈ ഒരു അനുഭവം ഉണ്ടായപ്പം ഈ കൊച്ചിനെ എടുക്കണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നല്ല പ്രൊഫഷണലായിട്ടുള്ള ഡയറക്ടേഴ്സും പിന്നെ സിനിമാക്കാരും പുതുമുഖങ്ങളെ എടുക്കും? അതൊരു റിസ്ക്കാണ്. ശരിക്കും വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി, എനർജി എല്ലാം വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് പുതുമുഖങ്ങൾക്ക് ഒരുപാട് പേർക്കും ചാൻസ് കിട്ടാറില്ല. പിന്നെ വല്ല ശുപാർശയുടെ പുറത്തൊക്കെ ചിലർ കയറും, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അച്ഛനും അമ്മയൊക്കെ ആക്ടിങ് ഫീൽഡിലുള്ളവരുടെ മക്കൾക്ക് ആ കഴിവുണ്ടാവുമെന്ന് അസ്യൂം ചെയ്ത് കുറേ പേർക്കൊക്കെ കിട്ടും. പക്ഷേ അങ്ങനത്തെ ഒരു അവസരത്തിൽ അങ്ങനത്തെയൊക്കെ അറിവുണ്ടായിട്ടും ഞാൻ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുത്തു. അതാണ് ഈ ലോകം അങ്ങനെയാണ് സിനിമയിൽ ഈ 58 പേരോളം അഭിനയിച്ചത്. അത് ഈ പറഞ്ഞ ലൈഫ് ഷോർട്ടാണല്ലോ, എല്ലാവർക്കും ഇത്ര എണ്ണപ്പെട്ട ദിവസമേ ഭൂമിയിലുള്ളൂ. ഒരുപാട് പേര് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും തന്നെ സാധിക്കാതെയാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ ഒതുക്കി വെച്ചിട്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഏറെ കുറേ ഒരു എഴുത്തുകാരി എന്നല്ല, സാമൂഹിക പ്രവർത്തക എന്ന നിലയ്ക്ക് എനിക്ക് മനുഷ്യരുടെ മനസ്സ് അറിയാം, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ പലപ്പോഴും ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്ന പറയുമ്പം ഇപ്പോഴും എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഒരു ഷോർട്ട് ഫിലിം ആയാലും ഒരു സിനിമയിലായാലും എത്ര പേരാണ് പറഞ്ഞു വരുമ്പോൾ എന്നെ ഒരു കൂട്ടുകാരി കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ തലയ്ക്കകത്ത് 1,00,000 കൂട്ടുകാരുടെ ലിസ്റ്റ് ഉണ്ടോ എന്ന്. അത്രയ്ക്കും ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ എത്ര പേർ കൂട്ടും, എന്നാലും മാക്സിമം ആൾക്കാർ ഒരു 58 പേരെയൊക്കെ വെച്ച് എടുത്തപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അവർക്ക് ഭാവാഭിനയവും ഇല്ല, പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗല്ല അവർ പറയുന്നത്. അപ്പം വീണ്ടും റീടേക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്നിട്ട് പോലും ലാസ്റ്റ് ഡബ്ബിങ് സമയത്ത് ഞങ്ങൾ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ട കാര്യം, നമ്മൾ സ്ക്രിപ്റ്റിൽ പറഞ്ഞ കാര്യമേ അല്ല അവർ ചുണ്ടനക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട്. പിന്നെ ക്യാമറയിൽ നോക്കരുതെന്ന് പറഞ്ഞാൽ അവർ ക്യാമറയിൽ നോക്കും, അറിയാതെ നോക്കി പോകുന്നു. പിന്നെ ഒരു സീൻ അഭിനയിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ ആ ഒരു ഇതായിട്ട് പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞ് അവർ മറന്നുപോകും. അവർ ആ സീൻ ആക്ട് ചെയ്ത ഉടനെ ക്യാമറയിൽ നോക്കിയിട്ട് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ അത് പിന്നെ റീടേക്ക് ആവും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാക്രിഫൈസ് പോലെ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. എന്നാലും അവർക്കൊന്ന് ആക്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം സാധിച്ചോട്ടെ, എൻ്റെ അടുത്ത് ആക്ട് ചെയ്യാൻ വരുമ്പം അവർ സേഫാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ചാൻസ് എല്ലാവർക്കും കൊടുത്തത്. അത് കഴിഞ്ഞ് മാം ഇപ്പോൾ തൊട്ടടുത്ത ഷോർട്ട് ഫിലിമിൻ്റെ വർക്കിലാണല്ലോ, അപ്പം തൊട്ട് മുമ്പത്തതിനെ അപേക്ഷിച്ച് ഇതിലും പുതുമുഖങ്ങളാണ്. അപ്പം എന്ത് ക്രൈറ്റീരിയ മാം അതിൽ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് എടുത്തിട്ടുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ ഇത് ഡയറക്ഷനെ കുറിച്ച് തിയറി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിംസിലൂടെ തന്നെയാണ് ഞാൻ ഓരോരോ എക്സ്പീരിയൻസിലൂടെയാണ് അതിൽ ബിറ്റർ സ്വീറ്റ് എല്ലാം പഠിച്ചത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി, കുറേ പേര് ഈ ഫീൽഡിലായിട്ടുള്ളവരുടെ അഡ്വൈസ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു, ഫിലിം സ്വന്തം പൈസ മുടക്കി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് സ്റ്റേജിൽ ഒരു ഡാൻസ് ആടാനായിട്ട് അവസരം കൊടുക്കും പോലെയല്ല, ഇതിന് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കാണുമ്പം അവർ നമ്മളിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഓരോ പ്രാവശ്യവും നെക്സ്റ്റ് ഫിലിമിന് പോകുമ്പം അത് ഉയർന്ന് വരണം. അപ്പം ഞാനിപ്പോൾ എൻ്റെ റൈറ്റിങ്ങിലും പോലെ അത് കാണിക്കാറുണ്ട്. ഫസ്റ്റ് ബുക്ക് തൊട്ട് ഇപ്പം 21st ബുക്കായപ്പോഴത്തേക്ക് അതിൻ്റെ ലെവൽ മാറി വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിലിംസ് എടുക്കുമ്പോഴും ആ ഒരു ചേഞ്ച് വരണം. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി എന്താണ് കുഴപ്പങ്ങൾ എന്നുള്ളത് അവരുടെ അഡ്വൈസ് മാനിച്ച് ഈ പറയുന്ന കണക്ക് ക്യാമറയിലാണോ കുഴപ്പം, അല്ലെങ്കിൽ ആക്ടിങ്ങിലാണോ, അല്ലെങ്കിൽ അൺവാണ്ടഡ് സീനിലാണോ, അപ്പോൾ അതെല്ലാം തന്നെയും ഇപ്പം ശ്രദ്ധിച്ച് കുറച്ചും കൂടെ പ്രൊഫഷണലിസം ഒക്കെ കൊണ്ടുവന്ന് എൻ്റെ ഡയറക്ഷനിലായാലും സ്ക്രിപ്റ്റ് എഴുതുന്നതിലും എല്ലാത്തിനും തന്നെയും ഞാൻ മാറ്റം വരുത്തി കുറച്ചുകൂടെ ബെറ്ററായിട്ട്. കാര്യം നമ്മൾ കാണികൾക്ക് നമ്മൾ കാഴ്ചവെക്കുകയാണ്. ആ കാഴ്ചവെക്കുന്ന സംഭവം നമ്മൾ ഓഫർ ചെയ്യുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ അതിനു വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ എനിക്ക് മാത്രം കാണാനല്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സംഭവം നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ബെറ്ററായിട്ട് ചെയ്യുന്നു.
മാഡത്തോട് ഇപ്പോൾ സംസാരിച്ചത് വെച്ചിട്ട് ഞങ്ങൾക്ക് മാഡത്തിൻ്റെ പുതിയ പ്രോജക്റ്റായ മണവാട്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ അറിയാൻ പറ്റി. അതൊരു എക്സ്ട്രീംലി നല്ലൊരു സ്റ്റോറിയും നല്ലൊരു മെസ്സേജ് തരാൻ പോകുന്നതും കൂടിയാണ്. അപ്പോൾ മാഡത്തിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ പ്രോജക്ട്സിലും അല്ലെങ്കിൽ ഓരോന്നിലും പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രോജക്റ്റായിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം മണവാട്ടി എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വഴിയേ അറിയാം. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് മാഡത്തിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ്, അതായത് ഇപ്പോൾ എല്ലാവരും റിട്ടയർമെൻറ്റ് ലൈഫിൽ ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ലംസം മണി either ഒരു എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ ഒക്കെ ഇട്ടിട്ട് ഒരു സെക്യൂർഡ് ലൈഫിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ മാഡം അത് നേരെ മാഡത്തിന് ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു കൂട്ടായ്മ പോലെ ആക്കി എടുക്കുക ചെയ്തത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന പോലെയാണ് തോന്നുന്നത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു 10 to 5 ആ ഒരു സൈക്കിളിലായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം മാഡം ഒരു 6 to ഒരു എത്ര മണി വരെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മാഡത്തിന് തന്നെ പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ആ ലൈഫ് ഒന്ന് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ശരിക്കും നമ്മൾ ജോലി പഠിച്ചു കഴിഞ്ഞ് കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവന മാർഗമാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഫിനാൻസ് ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ലൈഫിൽ എന്ത് കാര്യമാണ്, അത് ദാമ്പത്യ ജീവിതമായാലും മക്കളുടെ വിദ്യാഭ്യാസം ആയാലും നമ്മുടെ ഉന്നമനായാലും നമ്മുടെ ലൈഫ് കംഫർട്ടബിളായിട്ട് എല്ലാത്തിനും അതിന് നമുക്ക് ഇൻകം വേണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോബ് വളരെ ബ്യൂട്ടിഫുൾ ഓഫീസ്, ഏജീസ് ഓഫീസിൽ അത്ര എളുപ്പത്തിൽ ഒന്നും അങ്ങനെ ജോലി കിട്ടുന്നത്. ടെസ്റ്റ് എഴുതി തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം സക്സസ്ഫുള്ളായി തന്നെ ജോലി നേടിയതാണ്. 37 വർഷം സർവീസ്, നല്ല ഓഫീസ്, നല്ല ആൾക്കാരൊക്കെ ആയിട്ടും. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു വിമ്മിഷ്ടമായിരുന്നു. കാര്യം ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നും പുറത്ത് വരണം എന്നുള്ളൊരാഗ്രഹം നേരത്തെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഞാനതുകൊണ്ട് റിട്ടയർമെൻറ്റ് ലൈഫ് നേരത്തെ പ്ലാൻ ചെയ്യുമായിരുന്നു. എനിക്ക് ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരു നിമിഷം പോലും ബോറടിക്കരുത്. കാര്യം എൻ്റെ ലൈഫ് ആദ്യം മുതലേ ഒറ്റപ്പെടലായിരുന്നു. ആദ്യം മുതലേ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിട്ടില്ല, എയർഫോഴ്സ് ആയിരുന്നു, ഗൾഫായിരുന്നു. അപ്പം അങ്ങനെ തന്നെ എൻ്റെ ലൈഫ് ഞാൻ ആ ഒറ്റപ്പെടലിൽ നിന്നും മോചനം എന്താണെന്നുള്ളത് വർക്കൗട്ട് ചെയ്യുന്നത് എഴുത്തിലേക്ക് ആദ്യം പോകുന്നത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഓഫീസിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. സ്റ്റേജുകൾ, പിന്നെ അത് റെസിഡൻസ് അസോസിയേഷൻ, ക്വാർട്ടേഴ്സ്, എവിടെ താമസിച്ചാലും ഞാൻ എപ്പോഴും ഡാൻസും പാട്ടും ഇങ്ങനെ എല്ലാമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പേഴ്സൺ. ബിക്കോസ് എനിക്ക് ആ ഒരു ലോൺലിനെസ് എന്നെ കാർന്ന് തിന്നാൻ പാടില്ല എന്ന് ഒരു ഇതുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ഈ സർവീസിലിരിക്കുമ്പം നമ്മൾ പെർമിഷൻ വാങ്ങിക്കണം പല കാര്യത്തിനും. പിന്നെ പോരെങ്കിൽ മക്കളുടെ പഠിത്തം, അവരുടെ സെറ്റിൽമെൻറ്റ്, ഇതൊക്കെ കാരണം ആ സമയങ്ങളിലെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ പലതും ഉള്ളിൽ ഒതുക്കിയിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് മക്കളുടെ കാര്യമൊക്കെ ഏറെക്കുറെ എല്ലാം സെറ്റിലായി. അപ്പോൾ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നൗ അന്ന് നടക്കാത്ത കുറേ കാര്യങ്ങൾ ഇനിയെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ളൊരു തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ്. എനിക്ക് ആകെ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന, എനിക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം മാത്രം തരണം. വേറെ ഇല്ല, ഞാൻ കിടന്ന് പണിതോളാം, ആരോഗ്യം തരണം. കാര്യം ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത്. നമ്മൾ ഇത്രയും വർഷം ഒരു ഒറ്റ ഇരിപ്പിരുന്ന് ജോലി, അതിൻ്റെതായ സ്പോണ്ടിലൈറ്റിസ്, പിന്നെ നമുക്ക് ജോയിൻറ്റ്സ് പെയിൻ എല്ലാം ആയിട്ടാണ് നമ്മൾ പുറത്ത് വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഹെൽത്ത് തരണമെന്നുള്ള രീതിയിൽ ഇപ്പം എനിക്ക് കൂടുതൽ എഴുതണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ബുക്ക് ഓൾറെഡി റിലീസ് ചെയ്തു, ദുബായ് ഡേയ്സ്. ലോകം എങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞു. അടുത്ത ഷോർട്ട് ഫിലിമിൻ്റെ പണിപ്പുര തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി എഴുതിയ പാട്ട് ഞാൻ പാടാൻ പോകുന്നു. അത് കഴിഞ്ഞ് ആൽബം ആക്കാൻ പോകുന്നു. അത് ഡിവോഷണൽ സോങ്ങാണ്, അതിൻ്റെ പ്രിപ്പറേഷനാണ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണെന്ന് പോലും ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച്. അപ്പം ചിലർ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുമ്പം കുറേ പേര് ടൂറുകൾക്ക് പോവും, കുറേ നേരം കിടന്ന് ഉറങ്ങും, സീരിയൽസ് എല്ലാം കാണും, നല്ല ഭക്ഷണമൊക്കെ കഴിക്കും, പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എല്ലാത്തിനും ഞാൻ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ കഴിക്കും, ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യും, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കും, ഇഷ്ടമുള്ളപ്പോൾ കിടക്കും, ഇങ്ങനെയാണ്. പക്ഷേ ഒരു നിമിഷവും വേസ്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് എന്താണെന്ന് ഹോംവർക്ക് ചെയ്തത്. ശരിയാണ് ഈ പറഞ്ഞ കണക്ക് നേരത്തെ ഓഫീസിൽ പോകണമല്ലോ എന്ന് വെച്ചാൽ നമ്മളൊരു 10 മണിയാകുമ്പോൾ കിടക്കും. ഇപ്പോൾ നമ്മൾ 11:30 12 മണിക്കാണ് കിടക്കുന്നത്. കാര്യം എല്ലാം വർക്കൗട്ട് ചെയ്യുവാണ്. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ പുസ്തക പ്രകാശനത്തിന് പോകണം. ചിലരുടെ ഒരുപാട് പേരുടെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുക്കും. ഇന്നലെയും ഒരു പുസ്തകം അവതരിപ്പിക്കാൻ പോയി. അപ്പോൾ അവർ തരുന്ന ബുക്ക് വായിച്ച് നോക്കണം, അതിനെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഇന്നലെയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ കാറിലിരുന്നിട്ടാണ് ആക്ച്വലി ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടിക്ക് പോയത്. കാറിലിരുന്നാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് സംസാരിക്കാനുള്ളത് ഒന്നും കൂടെ ഫ്രഷപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന വർക്ക് സിൻസിയറായിട്ട് ചെയ്യണം. ഒരു ബുക്ക് അവതരിപ്പിക്കണമെങ്കിൽ ആ ബുക്ക് വായിച്ചിരിക്കണം. ഒരു പുസ്തകത്തിന് അവതാരിക എഴുതണമെങ്കിൽ അത് 3 തവണ അവരെഴുതിയ സംഭവം നമ്മൾ കുറഞ്ഞത് നോക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട്
സമയമില്ല. എല്ലാം ഇങ്ങനെ നോക്കി നോക്കി വരുമ്പം സമയമില്ല. പക്ഷെ വളരെ സന്തോഷത്തോടെ, നേരത്തെ നമുക്ക് തിങ്കളാഴ്ച ആകുമ്പോൾ ജോലിക്ക് പോകാൻ ഒരു മടിയായി, ഇനി ഒരാഴ്ച പോകണമല്ലോ ഇങ്ങനെ ഇതാ. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ സൺഡേ ചെയ്ത് മൺഡേ ചെയ്തെന്നൊന്നും ഒരു വ്യത്യാസമില്ല. ഇങ്ങനെ പുതിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ചെയ്യും തോറും കൂടുതൽ ഊർജ്ജമാണ്. പിന്നെ ഈ ചെയ്യാനായിട്ട് ഞാൻ ആരെയൊക്കെ കണക്റ്റ് ആവുന്നു അവരെല്ലാം നല്ല സുഹൃത്തുക്കളായി മാറുന്നു. അങ്ങനെ സുഹൃത്തുക്കളുടെ ഒരു സ്ട്രോങ് ഒരു വലയം എനിക്കുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ സുഖമില്ലാതെ, മക്കൾ രണ്ടുപേരും അടുത്തില്ല, ഫാമിലി ഇവിടെ ഇല്ല. അപ്പോൾ അന്നേരം എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് ഞാൻ ആ ഗ്രൂപ്പിലാണ് ഇട്ടത്. ഉടനെ ചറ പറയാന്ന് പറഞ്ഞ ആൾക്കാർ ഓടി വന്ന് ആശുപത്രിയിൽ വന്നു, എന്തൊക്കെ ചെക്കപ്പാ ചെയ്യേണ്ട, ടെസ്റ്റ് ചെയ്യേണ്ട, എല്ലാം കൂടെ നിന്ന് ഫുഡ് വേണം, ഇതുവരെ ഫ്രണ്ട്സാണ് വന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ സിൻസിയറായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ സ്നേഹിക്കുന്നു ആ രീതിയിലുള്ള ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് തിരിച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്നതൊന്നും തന്നെ എനിക്ക് വേസ്റ്റ് അല്ല, അത് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ് സത്യം. റിട്ടയർമെന്റ് ലൈഫിന് ശേഷം തൻ്റെ ജീവിതം അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കളിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്തോ കഴിയുന്ന, റിട്ടേൺ ഇൻ ദ സെൻസ് അവരുടെ ലവ് അല്ലെങ്കിൽ കെയർ ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പാരൻസിനെയാണ് നമുക്ക് ചുറ്റുമൊക്കെ കാണാൻ പറ്റുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ മക്കളെ ഞാൻ സെറ്റിൽഡ് ആക്കി ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാം എന്ന് പറഞ്ഞൊരു അമ്മയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആവണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അമ്മമാരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മേഡം എന്താ ഇതിനെ നോക്കിക്കാണുന്നത്? നമ്മളിപ്പോൾ ചുറ്റുമുള്ള ആരോട് ഇപ്പം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന പാരൻസ് നമ്മുടെ നാട്ടിലുണ്ട്, മക്കളൊക്കെ അബ്രോഡാണ്. അപ്പോൾ അവരോട് ഒരു പക്ഷെ നമ്മളിത് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആളുകളെ നമ്മുടെ ചുറ്റുമുള്ള അവരോടൊക്കെ എന്താ മേഡത്തിന് പറയാനുള്ളത്? ആദ്യം പറഞ്ഞ ആ ഫസ്റ്റ് ഹാഫ് എക്സാക്ട്ലി കറക്റ്റാണ്. അതായത് കുട്ടികളെ നമ്മൾ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്ത്, സ്വഭാവ രൂപീകരണം, അവരുടെ സൗന്ദര്യം, ആരോഗ്യം, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞ് അവരെ ജോലിക്ക് കയറ്റി അവരെ കല്യാണം കഴിപ്പിച്ച് നമ്മുടെ എല്ലാവരുടെയും ഒരു സാധാരണ സ്ത്രീയുടെ പ്രതീക്ഷകൾ, പിന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ വരിക, വീട്ടിലവരെ കുഞ്ഞിക്കാര് കാണുക, ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ സ്വപ്നങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. പക്ഷേ ഇപ്പം ആ ഒരു ബിറ്റർ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ന്യൂജനിൻ്റെ കാലമാണ്. വിവാഹ ബന്ധം നിലനിൽക്കണമെന്നില്ല, പിന്നെ കുട്ടികളുണ്ടാവണമെന്നില്ല, കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവും, വിവാഹം വേണ്ടാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ വിവാഹത്തിൽ കഴിഞ്ഞ് ജീവിച്ചാലും അത് ജസ്റ്റ് അവരൊരു കമ്പാനിയൻസിനെ പോലെ കഴിയുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ പഴയ തലമുറയിൽ അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ എക്സ്പീരിയൻസസിലൂടെ ഇത് മനസ്സിലാക്കി. ഞാൻ വലിയ ഓഫീസിൽ ജോലി ചെയ്തതുകൊണ്ട് അവിടെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്, അവരുടെ ലൈഫ്, എൻ്റെ ലൈഫ്, നൈബേഴ്സിൻ്റെ ലൈഫ്, ഇങ്ങനെ പലതും വെച്ച് ഞാൻ മനസ്സിലാക്കിയപ്പം അവസാനം അൾട്ടിമേറ്റ്ലി ഒരു കൺക്ലൂഷനിലെത്തിയത് ഒന്നും തന്നെ നമ്മുടെ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾക്ക് കഴിയുന്നതത്ര നമ്മൾ കടമെടുത്ത് കൊടുക്കണമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. കഴിയുന്നത്ര നമ്മൾ സഹായങ്ങൾ ചെയ്യും. നമ്മൾ പോയി ബെഗേഴ്സ് ആവുന്ന രീതിയിൽ ഞാനത് പലരും പുരയിടം വിറ്റും ലോൺ എടുത്തും ഒക്കെ മക്കളെ കെട്ടിച്ച് ഒക്കെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തായാലും പോയില്ല. എനിക്ക് ദൈവം സഹായിച്ചൊരു പെൻഷനുണ്ട്, 1. 2, എൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിൽ എനിക്ക് വേണ്ടി ഞാനൊരു ഭാഗം സേഫായിട്ട് കൊണ്ട് ബാങ്കിലിട്ടു. കാര്യം കിട്ടുന്ന പെൻഷൻ തികയില്ല, അതെന്തായാലും നമുക്കറിയാം. കിട്ടുന്ന സാലറി വെച്ച് നോക്കുമ്പോൾ പെൻഷൻ തികയില്ല. അതുകൊണ്ട് ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ ഒരു എമൗണ്ട് അത് ബാങ്ക് പലിശ മതി, മന്ത്ലി വേണം. അതും ഞാൻ ക്വാർട്ടർലി പോലും ആക്കിയിട്ടില്ല, കൂടുതൽ തരാൻ ക്വാർട്ടർലി ഇട്ട്. അത് വേണ്ട, എനിക്ക് മന്ത്ലി തന്നെ വേണം. നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയില്ല, പിന്നെയാണ് ക്വാർട്ടർലി. അതുകൊണ്ട് എനിക്ക് എല്ലാ മാസവും എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടണം. ആ ഇൻട്രസ്റ്റും പെൻഷനും വെച്ചിട്ട് മക്കൾ രണ്ടുപേരും ദൈവം അനുഗ്രഹിച്ചു, നല്ല മക്കൾ, നന്നായിട്ട് പഠിച്ചു, രണ്ടുപേരും നല്ല പൊസിഷനിലാണ്. രണ്ടുപേരും മാതാപിതാക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള പോക്കറ്റ് മണി ഹെൽപ്പ് തരാറുണ്ട്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവർ തരും. കാര്യം നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുത്ത് അവർ കണ്ടുപഠിച്ച് വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മൾക്ക് പോക്കറ്റ് മണി രണ്ടുപേർക്കും തരാറുണ്ട്. അതുകൊണ്ട് കംഫർട്ടബിളാണ്. ബട്ട് അവരെ ലൂട്ട് ചെയ്യാനോ അവരുടെ പൈസ കണ്ടിട്ട് ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂന്നോ അല്ലെങ്കിൽ കൂടുതൽ അയക്കണമെന്നോ ഇങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷയും ഇല്ല, ആഗ്രഹവും ഇല്ല. ഈ ഉള്ളത് വെച്ച് മുന്നോട്ട് ജീവിക്കാനായിട്ട് കടമെടുക്കാതെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഇങ്ങനെ ജീവിക്കണമെന്നേ ആഗ്രഹമുള്ളൂ. പിന്നെ എൻ്റെ സന്തോഷങ്ങൾ ഇനി ഞാൻ ചെയ്യും, അതിന് തടസ്സമാകാൻ പാടില്ലെന്ന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം, ആൽബം, എൻ്റെ പുസ്തകം എടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ചെറിയ ഒരു ശംഖുമുഖത്ത് പോവോ, വേളിയിൽ പോവോ, എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു സിനിമ കാണുമോ, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയുള്ള എൻ്റെ കൊച്ചു സ്വാതന്ത്ര്യത്തിലേക്ക് ആരും കൈ കടത്താൻ പാടില്ല എന്നുള്ളത് അത് വ്യക്തമാക്കട്ടെ. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാനും കൈ കടത്തത്തില്ല. അവർ കിളിമഞ്ചാരോ പർവ്വതം കയറും, കടലിൻ്റെ അടി ഡൈവ്
ക്ലൈംബിങ്ങിന് പോയിട്ടുണ്ട്, ബങ്കി ജമ്പ് ചെയ്തിട്ടുണ്ട്, പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ് എല്ലാം തന്നെയും എൻ്റെ 2 മക്കളും ആണുങ്ങളെ പോലെ അവർ ചെയ്യാറുണ്ട്. അതിലൊന്നും തന്നെ ഞാൻ കൈ കടത്താറില്ല. അവരുടെ സന്തോഷം, അവരുടെ എന്താണ് അവരുടെ പാഷൻസ് അവർ പെർസ്യൂ ചെയ്യുന്നതിന് ഞാൻ വിലങ്ങുതടിയാവുന്നില്ല, എൻ്റെയും അവരും ആവുന്നില്ല. മേഡം ഇപ്പം പറഞ്ഞു വന്നതിൽ നിന്ന് നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ അമ്മമാർക്ക് പല 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 പ്രതീക്ഷകളാണ്. അതായത് മകളുടെ ഒരു കല്യാണക്കാരെ എടുത്താൽ തന്നെ സ്വന്തം റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഇപ്പോഴും വളരെ അഡമൻ്റ് ആയിട്ട് നിൽക്കുന്ന പാരൻസ് നമുക്കിടയിലുണ്ട്. അത് അങ്ങനെയൊന്നും അല്ല. കാലം ഒരുപാട് മുന്നോട്ട് പോയി. ഇനി അത് ഇങ്ങനെയൊക്കെ വിവാഹം കഴിച്ചാലും അത് എത്ര നാൾ നിലനിൽക്കാം, അല്ലെങ്കിൽ അവർ സന്തോഷമായിരിക്കും എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേയൊക്കെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിതം വിട്ടുകൊടുക്കണം എന്നാണ് മാഡം പറഞ്ഞു വെക്കുന്നത്. എന്നാലും ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ മാഡത്തോട് ചോദിക്കുകയാണ്, മാഡത്തിന് മക്കളിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചിരുന്നോ? തീർച്ചയായിട്ടും. കാര്യം പുറമേ എന്നെ കാണാനായിട്ട് ഭയങ്കര മോഡേൺ ആയിട്ട് ഒരുങ്ങുന്നു, ഒരുപാട് സംസാരിക്കുന്നു, പിന്നെ എപ്പോഴും സ്റ്റേജിൻ്റെ ആളാണ്, സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്നു. അപ്പം ശരിക്കും ഈ ഫാമിലി ലൈഫിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു ലേഡി ആണോ ഇവർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു ഒരു വീട്ടമ്മയാണ്. എല്ലാ സ്ത്രീകളുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം എനിക്കും ഉണ്ടായിരുന്നു. കാര്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താ, കുട്ടികൾ എന്താണ് നല്ല പഠിപ്പിക്കുക, പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുക, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ വയസ്സാവുന്നവരും ഗ്രാൻഡ് ചിൽഡ്രൻ, അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഈ വീട് വലുതാക്കിയപ്പോഴത്തേക്ക് ഒരു റൂമിൽ എൻ്റെ മകൾ പ്രസവത്തിന് വന്നു കഴിഞ്ഞാൽ തൊട്ടിൽ കെട്ടി കുഞ്ഞുവാവ ആട്ടാനുള്ളതെന്ന് പറഞ്ഞൊരു ഹുക്ക് വരെ ഞാനിട്ട് ആണ് പണിത്. എന്നിട്ട് ആ റൂമിൽ നിറയെ സോഫ്റ്റ് ടോയ്സ്, കാര്യം കുഞ്ഞുവാവ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ഈ സോഫ്റ്റ് ടോയ്സിൽ എല്ലാം കാണണം. ആ റൂമിൻ്റെ പെയിൻറ്റിൻ്റെ കളറ് ഇതെല്ലാം തന്നെയും എൻ്റെ സ്വപ്നങ്ങളാണ്. കാര്യം എനിക്ക് കുഞ്ഞുവാവയെ എടുക്കണം, താലോലിക്കണം, കൊഞ്ചിക്കണം, പിന്നെ എങ്ങനെ ഒരുക്കണം, ഏത് ഉടുപ്പിടണം. പെൺകൊച്ചാണെന്ന് ഞാൻ മനസ്സിലായി. പെണ്ണുങ്ങൾ എൻ്റെ വീട്ടിൽ 5 പെണ്ണാണ്. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ബ്രദറുകൾ. എന്നാലും പോലും എനിക്ക് പെൺകുട്ടികൾ, അപ്പോൾ നല്ല ഉടുപ്പിട്ട് കൊടുക്കണം, ഒരുക്കണം, ഇങ്ങനെ ഒരുപാട് ഡ്രീംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടുണ്ടാകുന്ന സാഹചര്യം അനുസരിച്ച് നോക്കുമ്പം ഈ 1 by 1 ഈ ഡ്രീംസ് ഒന്നും നടക്കത്തില്ല എന്നുള്ള ഒരു സംഭവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്തായാലും ആ ഹുക്കിൽ ഇപ്പം ഞാനൊരു തൊട്ടിൽ ഇത് കെട്ടിയിട്ടുണ്ട്. നമ്മൾ ബാംബുവിൻ്റെ നമ്മളിരുന്ന് ആടുന്ന ജൂട്ടിൻ്റെ ഒരു ഇത്. ഇപ്പം ഞാനിരുന്ന് അതിലാടും, ആടിയിട്ട് പുസ്തകം വായിക്കും, ഞാൻ എൻജോയ് ചെയ്യും. എൻ്റെ മനസ്സിപ്പോൾ കൊച്ചിൻ്റെ പോലെ ആയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെൻ്റലി സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ മൈൻഡിനെ മോൾഡ് ചെയ്യണം. ഞാനിപ്പം ആ ഹുക്ക് നോക്കിയിട്ട് എനിക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ലേന്നും പറഞ്ഞ് ഞാൻ വിലപിക്കുവാണെങ്കിൽ എൻ്റെ സമനില തെറ്റും. അതുകൊണ്ട് അതിൽ നിന്നും ഒക്കെ വേറിട്ട ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നു. എല്ലാ ലേഡീസും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ അഡ്വൈസ്. കാര്യം ഒരു ലൈഫേ ഉള്ളൂ, അത് പാഴാക്കാനുള്ളതല്ല, പ്രഷ്യസ് ആണ്. ഹാപ്പി ആയിട്ട് ഇരിക്കണം എല്ലാവരും. മേഡം പറഞ്ഞത് ശരിയാണ്. ഒരുപാട് അമ്മമാരുടെ ആഗ്രഹമാണ് മാഡം ഇപ്പം പറഞ്ഞത്. അമ്മമാരുടെ മാത്രമല്ല, ഇപ്പം അമ്മയാണ് ആകാൻ ആഗ്രഹിക്കുന്നവർ പോലും അതിനു മുമ്പ് തന്നെ എന്തോരം സ്വപ്നങ്ങളാണ് നെയ്തെടുക്കുന്നത്. പക്ഷെ മാഡത്തിൻ്റെ വേറൊരു കാര്യം കൂടെ, ആ ആഗ്രഹങ്ങളായി വെച്ച് നടത്തിയെടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതോർത്ത് വിഷമിച്ചിരുന്നതിന് പകരം മാഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, മറ്റുള്ള കലാപരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ മാഡം നടത്തിയെടുത്തു. ഇപ്പം ഈ വീട് നിറയെ നോക്കിക്കഴിഞ്ഞാൽ മാഡത്തിന് വെക്കാൻ സ്ഥലമില്ലാത്ത അത്രയും അവാർഡ്സാണ് ഇവിടെ ഇരിക്കുന്നത്. കുറേ കാര്യങ്ങൾ മാത്രമല്ല, മാഡത്തിൻ്റെ പേഴ്സണൽ കളക്ഷൻ, ജ്വല്ലറീസും, അങ്ങനെ നമ്മൾക്ക് ശരിക്കും ഇത് കാണാനുണ്ട് ഈ ഒരു വീട്. നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ വേണം. നമ്മൾ ഡൈവേർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ പീസ്ഫുൾ ആവാൻ, ഹാപ്പി ആകാൻ പറ്റുന്ന രീതിയിലേക്ക് മാഡത്തെ പോലെ അതൊരു മോഡലായി കണ്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാർ മാഡത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പല പ്രശ്നങ്ങളും വിളിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാനും എപ്പോഴും മാഡം അവൈലബിൾ ആയിരിക്കും. മാഡം ഒരു മോട്ടിവേറ്റർ ആയിട്ടും കൂടി ഈ തിരക്കിനിടയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാഡം അതിനും കൂടി സമയം കണ്ടെത്തുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാഡത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാഡത്തിന് ഒരുപാട് കഥകൾ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ കവിതകളുണ്ട്. മാഡത്തിൻ്റെ ഒരു കവിതയാണ് ഇപ്പോൾ റീസെൻറ്റ് ആവാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ത്രെഡ് തന്നെ അതാണ്. അപ്പോൾ അതിനകത്ത് കൂടുതലും ഒരു എംപത്തി ഫോക്കസ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആണോ അതല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ ആണോ, എന്താണ് മാഡം ഇതിലേക്ക് കൂടുതലും എഴുതുന്നത്? എൻ്റെ റൈറ്റിങ്സ് ശരിക്കും പറഞ്ഞാൽ 99% റിയാലിറ്റീസാണ്. നമ്മൾ എന്തിനാണ് ഫാൻറ്റസീസ് തിരക്കി പോകേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ ലൈഫ് അത്രയും ബിറ്റർ എക്സ്പീരിയൻസസ് ആണ് ഒരിക്കലും. പിന്നെ ഞാൻ എപ്പോഴും
മറ്റുള്ളവരടുത്ത് എപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ ഏജീസ് ഓഫീസിൽ തന്നെ ആദ്യത്തെ ഫീമെയിൽ വെൽഫെയർ അസിസ്റ്റൻറ്റ് ഞാനായിരുന്നു. പുരുഷന്മാർ മാത്രം അത്രയും വർഷങ്ങളായിട്ടിരുന്നത് ഏജീസിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച് കൊണ്ടിട്ടാണ് ഞാൻ ഒരു വനിതാ വെൽഫെയർ അസിസ്റ്റൻ്റ് ആവുന്നത്. അപ്പോൾ അത് HR ആണ്. അപ്പോൾ അവിടെ വരുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മൾ പലതും കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ വന്ന് പറയുമ്പോഴൊക്കെ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ, പിന്നെ അതുകൂടാതെ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ് POSH, അത് ട്രിവാൻഡ്രത്തെ ഡിസ്ട്രിക്ട് കളക്ടർ നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് വഴി പ്രവർത്തിച്ചു വരുന്ന ആ ഒരു കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ കളക്ടർ തിരഞ്ഞെടുത്തൊരു പേഴ്സണായിരുന്നു ഞാൻ 5 വർഷം. അപ്പോൾ ആ 5 വർഷം സമയത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ് ഉണ്ടാകുന്ന, ഞങ്ങളുടെ ഓഫീസ് വളരെ നീറ്റ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. പക്ഷേ വേറെ ഒരുപാടിടത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര, അത് കാരണം VRS എടുത്ത് പോയ സ്ത്രീകളുണ്ട് ജോലി ചെയ്യാൻ വയ്യാതെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിങ്ങുന്ന മനസ്സുമായിട്ട് ഇരിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഒത്തിരി ലേഡീസ്, ഈ ഭാരത് സേവക് സമാജ് സെൻട്രൽ ഗവൺമെൻറ് പ്രസ്ഥാനത്തിന് അതിൻ്റെ പുരസ്കാരം, അത് നല്ല കഴിവുള്ളവരും ഇതുപോലെ തന്നെ അറിയപ്പെടാത്തവരെയൊക്കെ ഞാൻ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് 300-ലേറെ ആൾക്കാർക്ക് ഞാൻ ശുപാർശ ചെയ്ത അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാര്യം കഴിവുള്ളവർ അവർക്ക് അംഗീകാരം കിട്ടാതെ ഇരിക്കുന്നവരുണ്ട്. നമ്മൾ അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ല, എനിക്കിപ്പോൾ ഈ വീട് നിറയെ പുരസ്കാരങ്ങളാണ്, ആദരവുകളാണ്, എണ്ണം ഇല്ല. പക്ഷേ എന്നും പറഞ്ഞ് ഞാൻ വലിയ ആൾ, ഞാൻ ഇത്ര വലിയ ആൾ, എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്നേക്കാൾ കഴിവുള്ളവരും അല്ലെങ്കിൽ എന്നെ പോലെയും അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ച് കുറഞ്ഞാലും അവർ മേലോട്ട് വരാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ വളർത്താനും ഉയർത്താനും പറ്റും, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു മോട്ടിവേറ്ററായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിരവധി സിൻസിയറായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും അവാർഡ് കിട്ടിയതിന് ശേഷം അവർക്ക് ഒരു സൊസൈറ്റിയിലൊരു നിലയും വിലയൊക്കെ ആവുമ്പം നന്ദിപൂർവ്വം അവരെന്നെ വിളിക്കാറുണ്ട്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ രജിസ്ട്രേഷൻ ചാർജ് ഉണ്ട്, 1000 രൂപ അവാർഡ്, ഈ പുരസ്കാര അവാർഡിനൊക്കെ ആപ്ലിക്കേഷൻ ഫീല്. അങ്ങനെയുള്ള കുറേ പേർക്ക് 1000 രൂപ വെച്ച് ഞാൻ എമൗണ്ട് കൊടുത്തിട്ട് അവർക്ക് ആ പുരസ്കാരത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പാവം കിട്ടിക്കോട്ടെ, ഒരു അവാർഡ് കൊണ്ട് അവരെ വീട്ടിൽ വെച്ചോട്ടെ, ഇത്രയും തിളക്കമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ഒരു തിളക്കം ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ പറഞ്ഞ എമ്പത്തി, സിമ്പത്തി, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വേണം. അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞ് ആ ഈഗോ നമ്മുടെ അടുത്ത് നിന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രമേ യഥാർത്ഥ ഹാപ്പിനെസ് നമ്മൾ അറിയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മളല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം എൻ്റെ മരത്തിൽ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ എൻ്റെ ചെടിയുടെ ഒരു തൈ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിലും, ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിലുള്ളവർ പറയും, ജസ്റ്റിൻ്റെ നന്ന കറിയപ്പല തൈ നന്നായിട്ട് കിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും വന്നിങ്ങനെ പറയുമ്പം അതാണ് സന്തോഷം. എൻ്റെ വീട്ടിൽ മാത്രം കറിയപ്പല കാട് പോലെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഒരു തൈ അവരുടെ വീട്ടിൽ കൊടുക്കുമ്പോൾ അത് അവർ ഉപയോഗിക്കുമ്പം നമ്മളറിയാതെ നമുക്ക് ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് എത്രത്തോളം മാക്സിമം ഉപകാരങ്ങൾ മനുഷ്യർക്ക് ചെയ്യുക. നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്. സമൂഹത്തിൽ നമ്മളൊരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യണം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അത് ഞാൻ എൻ്റെ അമ്മയും അച്ഛനിൽ നിന്നും പഠിച്ചതാണ്. അത് ഞാൻ ഇപ്പോഴും പാലിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ സമ്പത്ത് തരൂ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് എനിക്ക് സുഖിക്കാനല്ല, വേണ്ട ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഇതിലൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മേഡത്തിൻ്റെ എല്ലാ വർക്കിലും നമുക്കൊരു പുതുമ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സപ്തകാലങ്ങളോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം മാം ചെയ്തിരുന്നു. അതിനകത്തുള്ള, അതായത് പണ്ടത്തെ കാലം അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. അതിനകത്ത് ആക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെഡ് ആയിക്കോട്ടെ, ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ മനസ്സിൽ വരുന്നതോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണ് ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ മേഡത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്? ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ്. അപ്പോൾ അത് ഞാൻ ആദ്യം എൻ്റെ എഴുത്തിൽ എങ്ങനെ കാണിക്കുമായിരുന്നു. കാര്യം ഒരു ബുക്ക് ഞാൻ കവിതയാണെങ്കിൽ പിന്നത്തത് കഥകളായിരിക്കും, പിന്നീട് ഖണ്ഡകാവ്യം പോലത്തെ ആയിരുന്നു, പിന്നീട് അത് കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തു, പിന്നെ നോവൽ എഴുതി, പിന്നെ സർവീസ് സ്റ്റോറീസ് എഴുതി, പിന്നെ അനുഭവങ്ങൾ എഴുതി. അങ്ങനെ എൻ്റെ എല്ലാ വർക്കും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ട് ഫിലിംസ് തുടങ്ങി. സീരിയസ് ആയിട്ട് ഒരെണ്ണം ദുഃഖത്തിലെഴുതി, അടുത്തത് പിന്നെ പഞ്ചാര ചുരുളപ്പം, ഇഞ്ചി കടിച്ച കുരങ്ങൻ, കോമഡിയിലോട്ട് പോയി. പിന്നെ ഇങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ഉള്ളിൽ
കിടന്ന ഒരു ആഗ്രഹം പണ്ട് മുതലേ പഴയ കാലത്തെ അഭിനയിക്കുന്നവരുടെ തുമ്പോലാർജ, കണ്ണപ്പനുണ്ണി, ഇങ്ങനത്തെ ജയഭാരതി, ഷീല അവരുടെയൊക്കെ അഭിനയങ്ങളൊക്കെ കണ്ട് മനസ്സിൽ കിടക്കുമ്പോൾ എനിക്ക് അവരെ പോലെ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം ബോഡി സ്ട്രക്ചറും നമ്മുടെ എക്സ്പ്രഷൻസും ഇതെല്ലാം നമ്മുടെ സ്കിൻ ടോണും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് പറ്റില്ല. പക്ഷേ എനിക്കത് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അത് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ കിട്ടിയതാണ് ഏറ്റവും സന്തോഷം. അതുകൊണ്ടാണ് വിജയിച്ചത്. ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആയാലും ചാനലുകാരുടെ അടുത്തൊക്കെ ഞാൻ ഗുരുകൃപ ചാനൽ അവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് മാഡം ചെയ്തോളൂ, ഞങ്ങൾ ഒപ്പം നിന്നോളാം എൻ്റെ ആഗ്രഹത്തിന് കൂടെ നിന്നവർ. അപ്പോൾ അതുകൊണ്ട് ഈ മമ്മൂട്ടി ഡ്യൂപ്പ്, മോഹൻലാൽ ഡ്യൂപ്പ്, ജയൻ ഡ്യൂപ്പ് പല ജില്ലകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഞാൻ ഷീലയായും ജയഭാരതിയായും രേവതിയായും ശോഭനയായിട്ടും സിൽക്ക് സ്മിതയായിട്ടും അതുപോലെ മൈഥിലിയിൽ, അതായത് 60കളിൽ തുടങ്ങി 2020കളിലേക്ക് വന്ന് നിൽക്കുന്ന 8 ഹിറ്റ് സിനിമകളുടെ ഹിറ്റ് ഗാനരംഗങ്ങൾ ചിത്രീകരിക്കുന്ന സപ്തകാലത്തോടൊപ്പത്തിൽ 8 റോള് ഞാൻ ചെയ്തു. അത് ഒരു സ്ത്രീകളും ഇതുവരെ ചെയ്തിട്ടുമില്ല. അത് എൻ്റെ ഈ പ്രായത്തിൽ ചെയ്തിട്ടുമില്ല. അത് അങ്ങനത്തെ ഒരു സ്വപ്നം പോലും ആരും കാണില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വലിയ സ്വപ്നം കണ്ടു. വലിയ ആഗ്രഹം നടന്നു കിട്ടി. അതൊരു മനസ്സിന് തൃപ്തിയാവുന്ന ഒരു സംഭവമായി മാറി. ഞാനിപ്പോൾ ഓർക്കും, കുറേ കൂടെ കഴിയുമ്പം നടക്കാനും എടുക്കാനും വയ്യാതെ ചാരു കസേരയിൽ ഇരിക്കുന്ന സമയമാകുമ്പം നമ്മൾ ടി വിയിൽ അത് യൂട്യൂബിലിട്ട് കണ്ട് ചിരിക്കാം. ഒരു പക്ഷേ പല്ലില്ലാത്ത പോണ കാട്ടിയുള്ളൊരു ചിരിയായിരിക്കും, എങ്കിലും അത് ഞാൻ ചെയ്തു. അത് ഇങ്ങനത്തെയൊക്കെ മനസ്സിന് തൃപ്തിയും ആനന്ദവും കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മൾക്ക് റിഗ്രറ്റ് പാടില്ല. വയസ്സാം കാലമാകുമ്പം അയ്യോ എനിക്ക് അത് സാധിച്ചില്ല, ഇത് സാധിച്ചില്ല, ഇങ്ങനെ ആയിപ്പോയി എൻ്റെ ജീവിതം, അവരിങ്ങനോട് ഇങ്ങനെ പെരുമാറി, അങ്ങനെയൊന്നുമില്ല. അതെല്ലാം കളയുക. ഒരു വ്യക്തികളെയും ഒരു ആൾക്കാർ നമ്മളോട് ചെയ്തിട്ടുള്ള വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും ഓർക്കാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന, മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോവുക. അതാണ് ലൈഫിൻ്റെ വിജയം. മാഡം എന്ത് പറഞ്ഞാലും അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഒരു പക്ഷേ മൈൻഡിലൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഓടുന്നുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ ഗിന്നസ് റെക്കോർഡോ അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും എയിമിലുണ്ടോ മാമിന്? ശരിക്കും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പോയപ്പോൾ അവിടെ വളരെ യാദൃശികമായിട്ട് എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യപ്പെട്ടു. അവിടെ ഈ ബുക്ക് ഫെസ്റ്റ് നടക്കുമ്പം പുസ്തക പ്രകാശനത്തിന് കൂടെയാണല്ലോ പോകുന്നത്. അന്ന് ഒരു വർഷം ഞാനിങ്ങനെ 2018-ലോ 19-ലോ എന്താണെന്ന് തോന്നുന്നു, അവർ ഏറ്റവും കൂടുതൽ ഓതേഴ്സ് ഒരുമിച്ച് അവരുടെ പുസ്തകം സൈൻ ചെയ്യുന്ന ഒരു മുഹൂർത്തം, ധന്യമുഹൂർത്തം അവർ ഒരുക്കി. അങ്ങനെ ഞങ്ങൾ ലോകത്തുള്ള എല്ലാ ഓതേഴ്സിനെയും അവർ ഇരുത്തിയിട്ട് അവർ കറക്റ്റ് ആ ടൈം പറഞ്ഞ സമയത്ത് നമ്മൾ നമ്മുടെ ബുക്കിൽ സൈൻ ചെയ്തു. അങ്ങനെ നമുക്കൊക്കെ സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഒരു ഇവൻറ്റിൽ ഞാൻ പങ്കെടുത്തു. അത് ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കുകയാണ്. ഇപ്പോൾ അടുത്തിടെ പാട്ടിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഘടന ഏറ്റവും 1000 പേര് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ദേശഭക്തി ഗാനവും പിന്നെ അതുപോലെ നാഷണൽ ആന്തവും പിന്നെ ആലപിക്കുന്ന ഒരു പരിപാടി വെച്ചു. 1000 പേര് എന്നുള്ളത് 1400ഓളം പേര് പങ്കെടുത്തു. അങ്ങനെ ഞാനും അതിൻ്റെ ഒരു കോർഡിനേറ്ററും കൂടെ ആയി. അങ്ങനെ അത് അടുത്ത സർട്ടിഫിക്കറ്റും ലഭിച്ചു. അങ്ങനെ 2 തവണ വേൾഡ് റെക്കോർഡ് ഒക്കെ കിട്ടി. പിന്നെ അല്ലാതെ പറയുവാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുഖ്യമന്ത്രിമാർക്ക് ഞാൻ എൻ്റെ പുസ്തകം കൊടുത്തിട്ടുണ്ട്. VS അദ്ദേഹത്തിനും പിണറായി അദ്ദേഹത്തിനും പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനും. അപ്പോൾ അത് അപൂർവമാണ്. കാര്യം 3 മുഖ്യമന്ത്രിക്ക് പുസ്തകം കൊടുക്കണമെങ്കിൽ ചുമ്മാ ഇടിച്ചേറി കൊടുക്കുന്നതല്ലല്ലോ, അങ്ങനെ പറ്റില്ല. നമ്മൾ അവരുടെ വേണ്ടപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുമായിട്ടൊക്കെ സംസാരിച്ച് ഗൺമാനും സെക്യൂരിറ്റി ഫോഴ്സും എല്ലാം നമ്മുടെ പുസ്തകം വാങ്ങി പരിശോധിച്ച് നോക്കിയിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് കൊടുക്കണം എന്നൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ പെർമിഷനോട് കൂടി തന്നെ 3 തവണ ഞാൻ പുസ്തകം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാൽ എന്താണ്, ഈ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്ത് 37 വർഷം 20 ബുക്ക് സർവീസിലിരുന്നപ്പോഴേ എഴുതി CNDAGക്ക് ഞാൻ ബുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. 3 CNDAGമാർ എനിക്ക് അപ്രിസിയേഷൻ ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് സ്വർണ്ണ എംബ്ലം പതിപ്പിച്ച. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോഡിജിക്കും എന്നെ അറിഞ്ഞുകൂടാ, പിണറായി ജിക്കും എന്നെ അറിഞ്ഞുകൂടാ. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് മോഡിജി ഒരു അവാർഡ് തരുമെന്നോ പിണറായി സാർ ഒരു അവാർഡ് തരുമെന്നോ എനിക്ക് പ്രതീക്ഷയില്ല.
എന്നാലും നിരാശയൊന്നുമില്ല. ഞാനിത് രസമായിട്ട് പറയുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമുണ്ട്. കാര്യം ഒന്നും ചെയ്യാത്ത എത്രയോ പേര് അറിയപ്പെടാറുണ്ട്, പെട്ടെന്ന് പിന്നെ പ്രശസ്തരാവാറുണ്ട്, അവർക്ക് വേണ്ടുന്ന എല്ലാം പിന്തുണ സർക്കാർ ചെയ്യാറുമുണ്ട്. പക്ഷേ ഞാനും ഈ 30-35 വർഷമായിട്ട് എഴുത്തും പിന്നെ അഭിനയവും ഫാഷൻ ഷോവും കൃഷിയും കാര്യവും എല്ലാം ഇങ്ങനെ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ അറിയേണ്ട ആൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതുകൊണ്ട് ഞാൻ നിരാശപ്പെട്ടൊന്നും ചെയ്യാതൊന്നും ഇരിക്കത്തില്ല. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അതിനൊരു എൻഡ് ഉണ്ടാവില്ല. എനിക്ക് അവസാനം ശ്വാസമുള്ളത് വരെ, ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ട് ഏക്കെ കൂൻ ഉള്ളത് വരെ ഞാനിത് ചെയ്യുമെന്ന്, ദേശത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ലാസ്റ്റ് ബ്രത്ത് ഉള്ളത് വരെയും ഞാനിങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒന്നും പ്രതീക്ഷിക്കാതെ. മേഡത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മേഡം നടത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു എഴുത്തുകാരിയായി, ഒരു നടിയായി, ഡയറക്ഷനായി. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് മോഡലിങ്ങിലേക്ക് പോയി എത്തപ്പെട്ടു. അതെങ്ങനെയാണ് മാം അങ്ങനെ ഡൈവേർട്ടായി പോയത് എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് തന്നെ എന്നെ എല്ലാവരും ഒരുക്കക്കാരി എന്ന് പറയാതെ എപ്പോഴും നന്നായിട്ട് ഒരുങ്ങും. ഒരു പക്ഷേ അത് തന്നെ തുടങ്ങിയതില്ല. എൻ്റെ മൂത്തത് 5 പേരുണ്ട്. അപ്പോൾ അവർ 4 ചേച്ചിമാരാണ്. അപ്പോൾ ചേച്ചിമാരൊക്കെ അവർക്ക് കിട്ടുന്ന കൈവളയും മാലയും കമ്പിലും ഗിഫ്റ്റൊക്കെ എന്നെ ഒഴിക്കുമായിരുന്നു. പക്ഷെ അവരാരും ഇതുപോലെ ഒരുങ്ങില്ല. ഞാൻ ഒരുക്കക്കാരിയായിട്ട് തന്നെ അങ്ങ് തുടർന്നു. അപ്പോഴാണ് ഈ TV ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴത്തേക്ക് ഒരു 30s കഴിഞ്ഞു. അപ്പോൾ ഈ ഫാഷൻ ഷോസിനെ കുറിച്ചൊക്കെ അറിയാൻ തുടങ്ങി TV FTV. പക്ഷേ FTV അന്ന് ആരും തന്നെ പരസ്യമായിട്ട് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ 2 മക്കളെ ഉറക്കിയിട്ട് രാത്രിയാണ് FTV ഇട്ട് നോക്കുന്നത്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇവരിങ്ങനെ ഹീൽസൊക്കെ ഇട്ടിട്ടൊരു നടത്തയും ബാഗും തൊപ്പിയും ഒക്കെ അവരുടെ നോട്ടവും എല്ലാം ഞാൻ എന്ത് രസമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം സ്വപ്നം മാത്രമാണ്. കാര്യം ഞാൻ ഓൾറെഡി 30s കഴിഞ്ഞു. ഇതെല്ലാം കൊച്ചു പെമ്പിള്ളേരാണ് ഈ ചെയ്യുന്നത്. അയ്യോ ദൈവമേ, എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴേക്കും എനിക്ക് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണോ എന്തോ ഒരു വലിയ ചേഞ്ച് നമ്മുടെ രാജ്യത്തുണ്ടായി. 50 കഴിഞ്ഞവർക്ക് മോഡൽസ്, 60 കഴിഞ്ഞ് 70 അങ്ങനെയൊക്കെ ഓരോ ഏജ് കാറ്റഗറി വരാൻ തുടങ്ങി. അപ്പോഴാണ് മിസ്സസ് മലയാളി എന്നൊരു ഫാഷൻ ഷോയിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രായം ഒരു പ്രശ്നമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫാഷൻ ഷോയ്ക്ക് ഒരു 55 വയസ്സായപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് കരഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ വന്ന ആളൊക്കെ ഇൻ്റർനാഷണൽ ഗ്രൂമേഴ്സ് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും ഇൻറ്റൻസീവ് കോച്ചിങ് ആയിരുന്നു. എറണാകുളത്ത് പോയി നമ്മൾ തങ്ങി 3 സ്റ്റാർ ഹോട്ടലിൽ തങ്ങി 5 സ്റ്റാർ ഹോട്ടലിലാണ് ഷോ ഒക്കെ. അപ്പോൾ തങ്ങി ഞങ്ങൾ നടക്കാനും പറഞ്ഞൂടെ, പോസ് ചെയ്യാനും പറഞ്ഞു. എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മുടെ വിചാരം. പക്ഷേ അതൊന്നുമല്ല എന്നുള്ളത് നമ്മളവിടെ പോയപ്പോൾ മനസ്സിലായി. അപ്പം നിങ്ങളിതിനൊന്നും പറ്റിയ ആളല്ല, ഇതൊക്കെ മതിയാക്കി പൊയ്ക്കൂടെ എന്ന് വരെ പറഞ്ഞു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ കുറേ പേരെ കരച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സുനാമിയുടെ ഒരു സ്വഭാവമുണ്ട്. സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൊക്കമുണ്ട്, ആ പൊക്കത്തൂടെ മേളിലോ വെള്ളം പോകും. ഇപ്പോൾ തിരുവള്ളുവാറിൻ്റെ പ്രതിമയാണെങ്കിൽ അതിൻ്റെ മേളിൽ പോവും. അപ്പോൾ അതാണ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. എന്തായാലും ആ ഷോയ്ക്ക് തൊപ്പി അടിച്ച് നമ്മളെല്ലാവരും വന്ന് 3 പേര് കിട്ടി വന്നു. പക്ഷേ ഉള്ളിൽ അതിന് ശേഷം എങ്ങനെയെങ്കിലും ഇത് നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മൾ ഒരു ലെവലിൽ എത്തണമെന്നൊരു ചിന്ത വന്ന ഒരു ഡിറ്റർമിനേഷൻ. ഞങ്ങൾ തോറ്റ മോഡൽസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ എവിടെയൊക്കെ ഷോസ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ കോട്ടയവും തൃശ്ശൂരും അവിടെ ഇവിടെ എല്ലാം കോഴിക്കോടും എവിടെയൊക്കെ ഫാഷൻ ഷോസ് ഉണ്ടോ അവിടെ എല്ലാം പോയി ഈ ഗ്രൂമിങ് ചെയ്യുന്ന എല്ലാം പഠിച്ചു. കൊറിയോഗ്രാഫി എന്തോന്ന് പഠിച്ച്, പേജൻറ്റ് എന്താണ്, അല്ലാതെ ഡിസൈനർ ഷോ എന്താണ്, ഇതെല്ലാം പഠിച്ചു. ശരിക്കും ആ ഒരു ഇപ്പം സ്റ്റേജ് തന്നെയാണെങ്കിൽ ബിഗ് സ്റ്റേജ്, ഇങ്ങനെ ഓരോ സ്റ്റേജിന് ഓരോ ഇതുണ്ട്. നമ്മൾ നിൽക്കുന്ന റാമ്പ് എന്തുവാണ്, റാമ്പിന് മുൻപുള്ള എല്ലാം നമ്മൾ പഠിച്ച് തിയറി പ്രാക്ടിക്കലും എല്ലാം കൂടെ പഠിച്ചിട്ട് അതിനൊരു വാശിയായിരുന്നു. ആദ്യമേ ഒരു സബ് ടൈറ്റിൽ കിട്ടി, പിന്നെ ടൈറ്റിൽ ബെസ്റ്റ് ചെയ്തു, പിന്നെ അവസാനം സ്ത്രീരത്നം പുരസ്കാരം വരെ എനിക്ക് കിട്ടി. ഇപ്പോൾ 21 ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തയായ ഒരു മോഡലായി മാറി എന്നുള്ളതാണ്. മാഡം ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ആയല്ലോ, അപ്പോൾ മാം സ്വന്തമായിട്ടൊരു ഷോ എന്തെങ്കിലും അങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാര്യം ഫാഷൻ ഷോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസീവ് ഇതാണ്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാമ്പ് വേണം, അതിൻ്റെ മ്യൂസിക്, കോസ്റ്റ്യൂംസ് എല്ലാം. അപ്പോൾ അപ്പോഴാണ് ഞാൻ റിട്ടയർ ആവുമ്പം ഷഷ്ടിപൂർത്തിക്കാണ് റിട്ടയർമെൻറ്റ്. അപ്പോൾ റിട്ടയർമെൻറ്റ് പാർട്ടി ഷഷ്ടിപൂർത്തി സെലിബ്രേഷൻ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തു. അതിന് മക്കൾ 2 പേരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാനിവിടെ പേയാട് SP തിയേറ്റർ എടുത്തിട്ട് അവിടെ രാവിലെ 10 മണി തൊട്ട് രാത്രി 8 മണി വരെ പ്രോഗ്രാമായിരുന്നു. അന്ന് എല്ലാം ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കസിൻസിനെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും
എല്ലാവരെയും വിളിച്ചുകൊണ്ട് റിട്ടയർമെൻറ്റ് കം ശക്തിപൂർത്തി ഇത് വെച്ചപ്പം പ്രോഗ്രാംസ് വെച്ചായിരുന്നു. അപ്പോൾ അന്ന് പപ്പറ്റ് ഷോ ഒരാളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ, പിന്നെ എൻ്റെ 2-3 ഡാൻസ്, കാരണച്ചാലയിൽ പഴയ ഡാൻസ്, ജയൻ്റെ കൂടെയുള്ള ഡാൻസ്, അങ്ങനെ പല പല ഡാൻസ് വെച്ച് ലാസ്റ്റ് 7 മണിക്ക് ഫാഷൻ ഷോ വെച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള 10-22 പേര് മോഡൽസ് അവരെല്ലാവരും ആ ഫാഷൻ ഷോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സുള്ള കുട്ടി തൊട്ട് ഞാൻ 60 വയസ്സ്, 6 മുതൽ 60 വരെ മോഡൽസ് പങ്കെടുക്കുന്ന ഫാഷൻ ഷോ. അങ്ങനെ ഞാനത് പ്ലാൻ ചെയ്ത് മറ്റേ ഫോഗർ സ്മോക്കും ഒക്കെ ഇട്ട് ലൈറ്റ്സൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് നമ്മൾ ആ സ്റ്റേജിൽ തന്നെ ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ശക്തിപൂർത്തിയുടെ അന്ന് ഫാഷൻ ഷോയും നടത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ് ഈ ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ. അപ്പോൾ അതും ആ കാര്യത്തിലും ഞാൻ ആദ്യമായിട്ട് റാമ്പ് വാക്ക് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയും കുറേ പേരെ ഞാൻ ഫാഷൻ ഷോയിൽ പിന്നെ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എഴുതാൻ മാത്രമല്ല ഞാൻ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നതും, ഗാർഡനിങ്ങിന് മാത്രമല്ല, അഭിനയിക്കാൻ മാത്രമല്ല, ഫാഷൻ ഷോസിൽ മോഡലായിട്ട് വരാനായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നോളൂ എന്നും പറഞ്ഞ് ഞാൻ എൻകറേജ് ചെയ്യാനാണ്. മാക്സിമം എന്തൊക്കെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഒറ്റ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് അണ്ണാൻ കുഞ്ഞിന് തന്നാലായും എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും സംഭവങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡാണ്. മാഡം ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വരുന്ന ഒരുപാട് കാര്യങ്ങൾ മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്തു. എസ്പെഷ്യലി എനിക്കിത് കേട്ടിരിക്കുന്ന അമ്മമാരോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ ഒക്കെ ലൈഫിലും ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? വിഷമിച്ച അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്ന, തൻ്റെ കഴിവുകളൊക്കെ മനസ്സിൽ അടക്കി വെച്ച ഒരുപാട് അമ്മമാർ ഞങ്ങളെ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടാവും. നിങ്ങളൊക്കെ മുന്നോട്ട് വരണം. മാഡത്തിൻ്റെ ലൈഫ് തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കണമെങ്കിലും മാഡം എപ്പോഴും അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും മാഡത്തിൻ്റെ ഇനി വരാൻ പോകുന്ന ഷോർട്ട് ഫിലിം നിങ്ങൾ കാണാം. കാര്യം അതിലും ഇതേ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഉറപ്പായിട്ടും. അപ്പം അതും കാണാൻ മറക്കരുത്. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന പ്രേക്ഷകർക്കും മാഡത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു.